Hi, Namaste, welcome back to my channel Vintrader. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സലും നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാവുന്ന മെത്തേഡാണ്. അതിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടുന്നതിനോടൊപ്പം നമുക്ക് പെട്ടെന്ന് റിവേഴ്സലിന് സാധ്യതകളുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റും സ്കാൽപ്പിങ്ങിൽ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡിൽ 8.1 വേർഷനിൽ കറക്റ്റായിട്ട് അതിന് ഇൻഡിക്കേഷൻ കാണിച്ചു തരും. അതിൽ നമുക്ക് ആക്യുറേറ്റ് ട്രേഡുകളും ഫേക്ക് ട്രേഡുകളും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് പ്രത്യേക രീതിയിൽ നമ്മൾ നമ്മൾക്ക് സൈഡ് വേസ് മാർക്കറ്റ് അതായത് പ്രത്യേക കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രഷേഴ്സിന് വരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 80-90% ആക്യുറസി ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ഇന്ന് കൊണ്ടുപോയി കറൻസി പെയറുകളാണ്. അതായത് നമുക്ക് ഗോൾഡ് മാത്രമല്ല, നമുക്ക് കറൻസി പെയറുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന 3 പെയറുകളാണ്. USD JPY, അതേപോലെ തന്നെ നമുക്ക് യൂറോ USD GBP USD. അപ്പോൾ ഇത് 3ൻ്റെയും നമുക്ക് ഇന്നത്തെ സ്കാൽപ്പിംഗ് പെർഫോമൻസ് ആണ്. മിക്കവാറും USD JPY ഒക്കെ നല്ല പെർഫോമൻസ് മിക്കവാറും സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ നമുക്ക് പോർഷനിലാണെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് USD JPYയിൽ നമുക്ക് 30ലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ബൈ ആണ്. ഇന്നിപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 15ലെ പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ പ്രോഫിറ്റ് സ്കാൽപ്പിങ്ങിൽ വന്നിട്ടുണ്ട്. നമുക്ക് രാവിലെ സിഗ്നൽ തന്നാണ്, പക്ഷേ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് പോയപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്നാണ് ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് ഇറങ്ങി. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇന്നലെ അതുപോലെ തന്നെ ഈവനിങ്ങിൽ നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്, മോർണിംഗിലും പോയിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. മിക്കവാറും ട്രേഡ് കിട്ടുന്ന നമുക്ക് പെയറാണ് നമുക്ക് USD JPY. ഇപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്. നമ്മുടെ സോഫ്റ്റിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്. സ്കാൽപ്പിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടൈം ഫ്രെയിംസ് ആണ് 1ഉം 5ഉം 15ഉം. ഇതിൽ 31 അവറുമാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡുകൾ നമുക്ക് വരുന്നത്. പക്ഷേ ചെറിയ ട്രേഡുകൾ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 5 അതേപോലെ 1 ഈ മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും, അതേപോലെ റിവേഴ്സും പോകും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ USD GBP USD നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൾ പ്രകാരം നിങ്ങൾക്ക് 1145 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിന് മുമ്പ് ഒരു സെല്ലും വന്നു, ഇതിന് മുമ്പ് അത് കഴിഞ്ഞ് ബൈയും വന്നു. ഇപ്പോൾ ഈ ബൈ വന്ന ഡീറ്റെയിൽസ് ആണ് മെയിലിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റുകളും. അപ്പോൾ ഇത് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടുന്നതിനോടൊപ്പം ഡീറ്റെയിൽസും മെയിലിനും താഴെയും കൊടുക്കുകയും ചെയ്യാം. അതോടൊപ്പം കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട ക്യാൻഡിൽ കളറാണ്. ഈ കളർ ഓക്കെ ആണെങ്കിൽ താഴത്തോട്ട് നോക്കണം. താഴത്തെ കൺഫർമേഷൻ ബാറും രണ്ടും ഒന്നിച്ച് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഇങ്ങനെ ട്രേഡ് എടുക്കാം. അത് കൺഫർമേഷൻ പെട്ടെന്ന് കിട്ടിയില്ല, ഈ ലൈൻ മാത്രമേ കയറുന്നുള്ളൂ, എന്നാൽ കൺഫേം ആകുന്നില്ല, അത് ആക്യുറേറ്റ് ആകുകയല്ല. അപ്പോൾ അത് പെട്ടെന്ന് കൺഫേം വന്നാൽ റെസിസ്റ്റൻസ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ട്രേഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ആക്ച്വലി നമുക്ക് സിഗ്നൽ കിട്ടിയപ്പോൾ താഴത്തോട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഡിപ്പിൽ നമുക്ക് ഇവിടുന്ന് താഴത്ത് ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടുന്ന് കുറച്ച് കയറിയിട്ട് ഇവിടുന്ന് ഒന്ന് ഇറങ്ങി മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയ ശേഷം ഈ പോയിന്റ് നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ട്രേഡായിരുന്നു. പിന്നെ അതിന് പിന്നെയും തിരിച്ചിറങ്ങി പിന്നെയും കയറി. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് ട്രേഡ് റീ എൻട്രി സജഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കയറിയപ്പോൾ തന്നിട്ടുമുണ്ട് സോഫ്റ്റ്വെയർ. അപ്പം 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെയും കയറിയത് കൊണ്ടാണ് നമുക്ക് റീ എൻട്രി തന്നത്. അപ്പം നമുക്ക് അഥവാ റീ എൻട്രി തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെയും തിരിച്ച് താഴെ ഇവിടുന്ന് തിരിച്ച് പിന്നെയും കയറുമ്പോൾ ഈ പോർഷനിൽ നമുക്ക് പിന്നെയും പിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് പിക്ക് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ നോക്കാം, താഴത്തെ സോൺ നോക്കാം, പിന്നെ അതേപോലെ കളർ ചേഞ്ച് നോക്കാം, ട്രെൻഡ് ലൈൻ നോക്കാം. ഇത്രയും നമുക്ക് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതോടൊപ്പം റെസിസ്റ്റൻസ് ഒക്കെ സ്ട്രോങ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, നല്ല ബ്രേക്കൗട്ട് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്ത് കളർ കോമ്പിനേഷൻ സഹിതമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, റെഡും ഗ്രീനും. അപ്പോൾ റെഡ് സിഗ്നൽ വരുമ്പോൾ സിഗ്നലിൻ്റെ അലേർട്ടും അതോടൊപ്പം ഡീറ്റെയിൽസ് ഉണ്ടാകും. പക്ഷേ അതിൽ സിഗ്നൽസ് ഏത് വന്നാലും അലേർട്ടും നമുക്ക് അതേപോലെ അതിൻ്റെ ടാർഗറ്റുകളും മെയിലും താഴെ കൊടുക്കും. പക്ഷേ കൺഫേം നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഇപ്പോൾ ഒരു എൻട്രി കഴിഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റായതിനു ശേഷം നമുക്ക് പിന്നെ റീ എൻട്രി തരും. അപ്പോൾ ഇതിൽ റിവേഴ്സ് പോകുന്ന മനസ്സിലാക്കുന്ന പലതരത്തിൽ മനസ്സിലാക്കാം. നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സിറ്റ് അടിക്കാം. അല്ല ടാർഗറ്റ് അച്ചീവ് ആയില്ല, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് റിവേഴ്സ് പോകുന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് സഹിതം നോക്കാം. ഈ ട്രെൻഡ് ലൈൻ വൈസ് നമുക്ക് എക്സിറ്റ് അടിക്കാം. ട്രെൻഡ് ലൈൻ കുറച്ചൊന്ന് ഇറങ്ങി കുറച്ചുകൂടെ സപ്പോർട്ട് കട്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് തിരിച്ചിറങ്ങുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. അതോടൊപ്പം ഈ സ്ട്രെങ്ത് നമുക്കിവിടെ റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡിൽ നമുക്ക് കാണിച്ചു തരാം. അവിടെ നമുക്ക് അങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാൻ. ഇതിൽ USD JPY കണ്ടോ, ലാസ്റ്റത്തെ ആ സപ്പോർട്ട് കട്ട് ചെയ്ത് നമുക്കിപ്പം ഒരു ട്രേഡ് എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് ട്രെൻഡ് ലൈൻ തിരിയും സപ്പോർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ ട്രേഡ് പ്രോഫിറ്റ് വന്നേനെ. സ്കാൽപ്പിങ്ങിൽ നമുക്ക് ഒരുപാട് ട്രേഡ്. ഇപ്പോൾ ഇന്നത്തെ USD JPY വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ട്രേഡ് കിട്ടി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിന്നെ സെല്ല് പോയി, പിന്നെ ലാസ്റ്റ് ഇപ്പോഴത്തെ സെല്ല് നോക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റബിളാണ്. 3 ട്രേഡിൽ നിന്ന് 3ഉം പ്രോഫിറ്റബിളാണ്. ഇടയ്ക്ക് വന്ന ബൈ വലുതായിട്ട് പോയില്ല, നമുക്ക് കയറാൻ നോക്കിയിട്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ലൈൻ തിരിഞ്ഞ് കയറിയ സമയത്ത് നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ വന്നില്ല.
അത് പിന്നെ തിരിച്ചിറങ്ങാൻ നോക്കിയിട്ടാണ് പിന്നെ കയറി. പക്ഷേ ഇവിടെ കയറാൻ കൺഫർമേഷൻ എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ എന്നിട്ടും തിരിച്ചു പോയി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് എക്സ്ട്രാ കളർ നമുക്ക് അവിടെ കാണിച്ചു തരും എക്സിറ്റ് ചെയ്യാനായിട്ട്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വിടാം. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇതോടൊപ്പം ഇതേ മെത്തേഡ് നമുക്ക് ഏത് മാർക്കറ്റിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്കാൽപ്പിങ് റിസ്കി ആണ്, പക്ഷേ പെട്ടെന്ന് നമുക്ക് എൻട്രി എക്സിറ്റും കിട്ടും. അതിൽ അത്രയും തന്നെ റിവേഴ്സലും ഉണ്ടാവും. അതിൽ കൺഫർമേഷൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പോകുന്ന സിഗ്നൽ മാത്രം പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം 5 മിനിറ്റ്സ് വെക്കുന്നതിനോടൊപ്പം നമുക്ക് 30 കൊണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫേക്ക് ആയിട്ട് വന്ന അപ്പ് ഡൗൺസ് ഒഴിവാക്കാം. ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് കിട്ടും. കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ നമ്മൾ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു.